ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുക്കള.comൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ തൊലിയൊക്കെ കറുത്ത നല്ല പഴുത്ത പഴം കളയാറാണ് ചെയ്യാറില്ലേ. നമ്മുടെ കുട്ടികൾക്കൊന്നും അത് പൊതുവെ ഇഷ്ടമുണ്ടാവാറില്ല. ഇനി മുതൽ നമ്മൾ അങ്ങനെ തൊലി കറുത്ത പഴം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായി ചൂടായി മെൽറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ നെയ്യിലിട്ട് പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പം പഴമൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരകിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി പഴവും തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിനായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. 3 വെല്ലം എടുത്തുകൊണ്ട് ഉരുക്കി വെച്ചിട്ടുള്ളതാണിത്. 3 വെല്ലം ഞാൻ ശർക്കര പാനിയാക്കാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പാനി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അധികമാകും, മധുരം കൂടിപ്പോകും. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ 2 വെല്ലമൊക്കെ എടുത്താൽ മതി. കുറഞ്ഞ വെള്ളത്തിൽ ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് നമ്മുടെ സ്നാക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഫില്ലിങ്ങിനുള്ള മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. റവ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml കപ്പിന് 2 കപ്പ് വെള്ളം. 250 ml കപ്പിന് 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നെയ്യാണ്. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ച റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ നോക്കണം. ഈ റവ ഇപ്പോൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചൂട് വിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കുഴക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ആ ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ സോഫ്റ്റ് ആകുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒന്ന് തണുത്തിന് ശേഷമാണ് ഇത് കുഴച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഒന്ന് മെല്ലെ ഉരുട്ടിയെടുക്കണം. നീളത്തിൽ കൈമ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഫില്ലിങ്സ് എല്ലാം ഞാൻ അങ്ങനെ ഉരുട്ടി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച റവയുടെ ഡോയിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടിപ്പോവും. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കരുത്. നമ്മുടെ ഫില്ലിങ്സ് വെക്കുമ്പം അത് പൊട്ടിപ്പോവും. നല്ലോണം തിന്നായാൽ ഇത് കുറച്ച് കട്ടിയിൽ അങ്ങനെ ആക്കിയിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊന്ന് സീൽ ചെയ്തെടുക്കുക. ഒട്ടിച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഇതാർക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഷേപ്പാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇങ്ങനെ കുറച്ച് മാവെടുത്ത് കയ്യിലിട്ട് പരത്തിയിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം, ഷേപ്പിൻ്റെ കാര്യമൊക്കെ. പിന്നെ നമുക്കിതിന് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ റാഗിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലോ റാഗിപ്പൊടിയിലോ ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം. പത്തിരിപ്പൊടി കൊണ്ട് പത്തിരിക്ക് കുഴക്കും പോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സും എല്ലാം വെച്ചിട്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ആവിയിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇതിൻ്റെ സ്റ്റീമറും കൂടി ഒന്ന് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു പാത്രം ആയാലും മതി കേട്ടോ. ഡയറക്റ്റായിട്ട് ആവി നമ്മുടെ സ്നാക്കിൻ്റെ മുകളിൽ തട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ആകെ അളിഞ്ഞു പോകും. അങ്ങനെ ഡയറക്റ്റ് ആവിയിലാവുമ്പോൾ റവയും കൂടെ ആകുമ്പോൾ അത് തീരെ ഒരു ഉറപ്പില്ലാത്ത പോലെയാകും. അപ്പോൾ നമുക്കത് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാവും നല്ലത്. അങ്ങനെ സ്റ്റീമറിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ ഒരു 10-15 മിനിറ്റോളം വേവിച്ചെടുക്കാം. എല്ലാ റോൾസും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആവി കയറ്റാൻ വെച്ചിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് തണുത്തതിന് ശേഷം മാറ്റാം കേട്ടോ. ആവിയിൽ വേവിച്ചിട്ടുള്ള നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് മെല്ലെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഈ ഓരോ റോൾസും ഇതിലിട്ട് മെല്ലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് മെല്ലെ ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ നാളികേരം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. അങ്ങനെ എല്ലാ റോൾസിലും ഞാനിങ്ങനെ നാളികേരം ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.